പ്രധാനമായും വരുന്നത് കൊടുങ്കാറ്റുകളാണ്. കൊടുങ്കാറ്റിനെ അതിജീവിക്കുക എന്നുള്ളത് കപ്പലുകൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി. തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രം കാരണം ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കൊടുങ്കാറ്റുകൾ കാണുന്നത്. ഓരോ വർഷവും ശരാശരി 75 മുതൽ 85 വരെ കൊടുങ്കാറ്റുകൾ ഈ വലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഈ കൊടുങ്കാറ്റുകൾ പരസ്പരം വ്യത്യസ്തമാണ്. വലിപ്പം, തീവ്രത, സ്വഭാവം എന്നിവയിൽ. ചെറിയവ 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ അപ്രത്യക്ഷമാകുമ്പോൾ വലിയവ ഒരാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്നു. അതിനാൽ കൊടുങ്കാറ്റുള്ള മേഖലയിലുടനീളമുള്ള കപ്പലുകളുടെ യാത്രകൾക്ക് നിയന്ത്രണവും ഉണ്ടായിരിക്കും. എല്ലാ കപ്പലുകളിലും കൊടുങ്കാറ്റിനെ ചെറുക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ടായിരിക്കണം. കൊടുങ്കാറ്റിനെ സുരക്ഷിതമായി നേരിടാനുള്ള പരിശീലനവും ആധുനിക ആശയവിനിമയ സാങ്കേതിക വിദ്യകൾ പിന്തുടരാനുള്ള അവരുടെ കഴിവും ഇതിൽ വളരെ പ്രധാനമാണ്. ഓരോ വർഷവും 200-ൽ താഴെ കപ്പലുകൾ എല്ലാ വലുപ്പത്തിലുമുള്ള കടലിൽ അപകടപ്പെട്ടു മറിഞ്ഞു വീഴുന്നു. കടലിൽ പല കാരണങ്ങളാൽ കൊടുങ്കാറ്റുണ്ടാകുന്നു. എന്നിരുന്നാലും പ്രധാന കാരണം സമ്മർദ്ദ വ്യത്യാസമാണ്.